ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നല്ല ഒരു സന്ദേശമായിട്ടാണ്. സുഭാഷിതം 25-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം, സദൃശവാക്യം 25-ാം അധ്യായം 17, പ്രോവർബ് ചാപ്റ്റർ 25 വേഴ്സ് 17. ഈ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അപ്പം രണ്ട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഒരു ഉപദേശമായിട്ട് നൽകിയിരിക്കുന്നത്. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അപ്പം നമ്മളെ തുടരെ പൊയ്ക്കൊണ്ടിരുന്നാലേ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? പ്രഭാഷകന്റെ പുസ്തകത്തില് അത് വ്യക്തമായിട്ട് വിളിച്ചു പറയാ. ഞാൻ അതൊന്ന് ഓർത്തുപോയ എന്തുകൊണ്ടാണ് ഈ വെറുപ്പ് സമ്പാദിക്കുന്നത്? നമ്മുടെ സംസാരത്തിൽ വീഴ്ചകൾ വരാൻ സാധ്യത ഒരുപാടുണ്ട്. പ്രഭാഷകൻ 19-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം മുതല് 4-ാമത്തെ തിരുവചനം മുതല് അവിടെ വ്യക്തമാക്കി പറയുക. അല്ല, നമ്മൾ ശരിക്ക് പറയുന്നത് 6-ാമത്തെ വചനം മുതൽ വായിക്കുക. സിറാഖ് ചാപ്റ്റർ 19 വേഴ്സ് 7. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. അപ്പൊ നമ്മള് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ കേട്ടതൊക്കെ നമ്മള് പലപ്പോഴും പറയാനായിട്ട് സാധ്യതയുണ്ട്. അതൊന്ന് പെരുപ്പിച്ചു പറയും, 2 പരദൂഷണം പറയും, 3 കള്ളം പറയും. ഇങ്ങനെ ഒരുപാട് ചാൻസുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പെരുപ്പിച്ചു പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഇവിടെയും കേട്ടതൊക്കെ നാം അയൽവക്ക വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ പലപ്പോഴും അവിടുത്തെ ഇവിടുത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പലപ്പോഴും പല അയൽവക്ക ബന്ധങ്ങളിലും ശത്രുത സൃഷ്ടിക്കുന്നുണ്ട്. എപ്പോഴും ഈ അയൽവക്ക ബന്ധങ്ങളിൽ കയറി ഇറങ്ങുന്നവര്. അത്യാവശ്യത്തിനും ആവശ്യത്തിനും നമുക്ക് പോകാം. 2 കാര്യങ്ങളാ, അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. അതിനൊക്കെ നമുക്ക് വീടുകളിൽ പോകാം. പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞയച്ച കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സംസാരത്തിനോ യാതൊരു കൺട്രോളും ഇല്ല. അവിടുന്ന് ഇവിടുന്ന് കേട്ടതും നുണയും കൊതിയും പരദൂഷണവും എല്ലാം പറഞ്ഞ് അവിടെ ചെയ്യുമ്പോൾ, ഇങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ അവൻ നിന്നെ വെറുത്തെന്ന് വരാം എന്ന് പറഞ്ഞത് 2-ാമത്തെ ഭാഗമാണ്. വെറുപ്പ് കാണും. പിന്നെ ഒരിക്കലും അവരുമായിട്ട് അടുപ്പം തോന്നാതെ വരുന്നതിന്റെ കാരണം ഇതാണ്. കേട്ടതെല്ലാം പറഞ്ഞു നടക്കുമ്പോൾ. അതുകൊണ്ടാണ് അയൽവക്കത്ത് നമ്മളെ കൂടുതലായിട്ട് അയൽവക്കങ്ങളിൽ കയറി ഇറങ്ങണ്ട. ആവശ്യത്തിന് പോകാം, അത്യാവശ്യത്തിന് പോകാം. അനാവശ്യമായിട്ടുള്ള കയറിറങ്ങല് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്നേഹബന്ധത്തിന് നല്ലതായിരിക്കും. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ആ സ്നേഹത്തിന് ഭംഗം വരുന്നത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരദൂഷണം അല്ലെങ്കിൽ കള്ളത്തരവും കൂട്ടിച്ചേർക്കലും ദുഷിച്ചതുമൊക്കെ പറഞ്ഞ് വരുത്തുമ്പോൾ അത് ഒരുപക്ഷെ മനസ്സറിയാതെ, ചിലപ്പം മനസ്സറിയാത്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എപ്പോഴും അയൽവക്ക ബന്ധങ്ങളിൽ കയറിയിരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. അത് കുറ്റം പറച്ചിലായിരിക്കാം, നുണ പറച്ചിലായിരിക്കാം, പരദൂഷണമായിരിക്കാം. അതുകൊണ്ടാണ് അയൽവക്ക ബന്ധങ്ങളിൽ അധികമായിട്ടൊന്നും കയറി ഇറങ്ങരുത്. ആവശ്യത്തിന് പോകാം, അത്യാവശ്യത്തിന് പോകാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും
ശത്രുവിനോടായതും കേട്ടത് പറയരുത്. ഒരാൾ നമ്മളോട് പറയുന്ന കാര്യം മറ്റുള്ളവരൊക്കെ പറഞ്ഞു നടക്കരുതെന്ന്. ശത്രുവിന് പാപം ആവുകയില്ലെങ്കിൽ അത് വെളിപ്പെടുത്തരുത്. വെളിപ്പെടുത്താനും പാടില്ല. കാര്യം പറയേണ്ടവർ അവർ വേണം നേരിട്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നടക്കുമ്പോൾ അതിന് കുറച്ചുകൂടെയൊക്കെ ഒരു മാറ്റ് കയറ്റി അല്ലെങ്കിൽ എരിവും പുളിയൊക്കെ ചേർത്ത് പറയുമ്പോൾ പരദൂഷണമാകും, അല്ലെങ്കിൽ കള്ളത്തരങ്ങളാകും. ഇങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ സത്യം അവർ അറിയുമ്പോൾ അവർ നമ്മളെ വെറുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 9-ാമത്തെ വചനം പറയുന്നു, കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ടൊക്കെ മറ്റ് ഭവനങ്ങളിൽ കയറി ഇറങ്ങുമ്പോൾ അവരോട് ഇങ്ങനെ പലപ്പോഴും കുറുകുറാന്ന് ഓരോന്ന് പറഞ്ഞു വരുത്തുമ്പോൾ അവർക്ക് നിന്നിൽ വിശ്വാസം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാകും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. ഇവിടെ വ്യക്തമായിട്ട് പറയുക, ക്രമേണ വെറുക്കപ്പെടുക. നമ്മളായാലും നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ അയൽവക്കക്കാരായാലും നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിൽ പോലും എപ്പോഴും പോകരുത്. അവർ വെറുക്കും, നിശ്ചയമായിട്ടും വെറുക്കും. അത് ബൈബിള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റമില്ല. കാര്യം നമ്മൾ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഇവിടുത്തെ കൊടയും നൊതിയൊക്കെ പറയാൻ സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ, ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം ആവശ്യം, അനാവശ്യം, അത്യാവശ്യം 3 കാര്യങ്ങളുണ്ട്. ആവശ്യത്തിന് പോകാം, അത്യാവശ്യത്തിന് പോകാം, അനാവശ്യ കയറ്റിയിറക്കങ്ങളെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലാണേലും കൊള്ളാം, അയൽവക്കത്താണേലും കൊള്ളാം, ഇനിയും പല മേഖലകളിലാണേലും കൊള്ളാം, പോകാൻ പാടില്ല. അടുത്ത പറയുക, രഹസ്യം കേട്ട്, രഹസ്യമായിട്ട് എന്തെങ്കിലും പറയുന്നത് അത് കേട്ടിട്ട് പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെയാണ്. അത് എവിടെങ്കിലും കൊണ്ടൊന്ന് പ്രസവിച്ചാലേ പറ്റത്തുള്ളൂ. അവരുടെ പേരാണ് വിഡ്ഢികള്. എവിടെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എവിടെങ്കിലും ചെന്നൊന്ന് കൊടുത്താലേ അവർക്ക് ഒതുക്കം വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, രഹസ്യം കേട്ട വിഡ്ഢി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. കാര്യം എന്ന് വെച്ചാൽ ഉറക്കം വരത്തില്ല. അത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പരത്തിയാലേ അവർക്ക് ഉറക്കം വരത്തുള്ളൂ. പരദൂഷണം, അങ്ങനെ പല പ്രശ്നങ്ങളാല് അവർക്ക് ഉറക്കം നഷ്ടപ്പെടുത്തി കളയും. അടുത്ത വചനം നമ്മൾ പറയുമ്പോൾ, കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. നേരിട്ട് ചോദിക്കണം. കേട്ട കാര്യങ്ങൾ നേരിട്ട് ചോദിക്കണം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ ഉടനെ വാളെടുക്കുന്നവന് എന്താ അതിന്റെ പേര് പറയാ, എല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റമാണെങ്കിൽ അത് ഉടനെ തന്നെ ആ വ്യക്തിയോട് ചെന്ന് ചോദിക്കണം. കഴിവതും എന്തിനാ ഇതിന് ചെവി കൊടുക്കാതിരുന്നാ മതി. അതുകൊണ്ടാണ് സഭാപ്രസംഗി 7:21 പറയുന്ന, മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്നാ മതി. ആവശ്യമില്ലാത്തതിന് ചെവി കൊടുത്താൽ പലരുടെയും ശാപവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, കേട്ട കാര്യം നിന്നോടടുത്ത് മരിക്കട്ടെ. അതായത് പ്രഭാഷണം 19:10 പറയുക, ധൈര്യമായിരിക്കാൻ, നീ പൊട്ടിത്തെറിക്കത്തില്ല. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മളെ കേട്ട കാര്യം സ്നേഹിതരോട് നേരിട്ട് ചോദിക്കുക. അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കും. നേരിട്ട് ഇടപെടുക. അവരിവരും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മൂക്ക് വെറുപ്പിച്ചിരിക്കാൻ പാടില്ല. ഇന്ന് പലരുടെയും സ്നേഹം തണുത്തു പോകുന്നതും സ്നേഹത്തിന് ഭംഗം വരുന്നതും അവരത് പറഞ്ഞു, അവരെന്നോടത് പറഞ്ഞു, നിങ്ങളത് അവരോട് ചെന്ന് പറഞ്ഞിട്ടല്ലേ എന്നോടത് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ നേരിട്ട് ചോദിക്കത്തുമില്ല. ആ കേട്ടപാട് നമ്മുടെ മനസ്സിൽ വിദ്വേഷം, വെറുപ്പും ഒക്കെ കയറി അതും ഉള്ളി വെച്ചുകൊണ്ട് പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് കേട്ട കാര്യം നമ്മോടൊത്ത് മരിക്കട്ടെന്ന് പറഞ്ഞത്. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക. അവനത് ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരിക്കാം, പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കും. നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിക്കുക എന്നെങ്കിൽ. പക്ഷെ നമ്മളാരും ചോദിക്കാൻ മുതിരത്തില്ല. അത് കാരണം വിദ്വേഷം വെറുപ്പും വെച്ചുകൊണ്ട് അയൽപക്ക ബന്ധങ്ങളിലെ അകൽച്ചകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി സ്നേഹബന്ധങ്ങളിലെ, അത് ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധങ്ങളിലെ അകൽച്ച സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് 16-ാമത്തെ വചനം പറയുന്നു, ആർക്കും തെറ്റുപറ്റാം, നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത് നമുക്ക് ഇല്ല. അവനുമായി സംസാരിക്കുക, അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക, ഒരവസരം കൊടുക്കാനായിട്ട് പറയുക. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ അയൽവക്ക ബന്ധങ്ങളിൽ കയറി ഇറങ്ങല് നമ്മൾ ഒഴിവാക്കണം.
അയൽപക്ക ബന്ധങ്ങൾ തന്നെയല്ല, നമ്മുടെ സ്നേഹിതരുടെ ഭവനങ്ങളിലും അതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിലും കൂടെ 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 നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സത്യമായിട്ടും അവർക്ക് വെറുപ്പുണ്ടാകും, അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തും, അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും, അവരുടെ ചില കാര്യങ്ങൾക്ക് മുടക്കം വരുമ്പോൾ പിന്നെ നമ്മൾ വരുന്നു എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സ്ഥലത്തില്ല കേട്ടോ. പിന്നെ ചില വ്യക്തികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളിപ്പോ ഓൺ ദ വേയാ, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക, പിന്നെ വിളിക്കേ, ഞങ്ങൾ പറയാം. പിന്നെ വിളിക്കുമ്പോഴൊന്നും ഒരിക്കലും ഫോൺ എടുക്കാനും പോകുന്നില്ല. കാര്യം അപ്പോഴേ ചിന്തിച്ചോണം, ഈ വ്യക്തി വരുന്നത് അവർക്ക് ഇഷ്ടമില്ല, അതായി. കാര്യം കൂടെ കൂടെ പോകുന്നവർക്കാ, വല്ലപ്പോഴും ഒന്ന് ചെല്ലുന്നവർക്കല്ല. അങ്ങനെ പോകുന്നവർക്ക് യാതൊരു ദോഷമില്ല. അടുത്ത വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന എന്താണ്? വീടാന്തോറും നിങ്ങൾ കയറി ഇറങ്ങരുതെന്ന ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് നല്ലപോലെ അറിയണം. 5-ാമത്തെ വചനം, ഇനി ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥനാപൂർവം വേണം, പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ. ആ വീട്ടിലെ പല വിധത്തിലുള്ള നെഗറ്റീവ് എനർജി, നമ്മുടെ ആരാധനയിൽ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു, നെഗറ്റീവ് എനർജി പല കുടുംബങ്ങളിൽ ഉണ്ടാകും. അതായത് അവിടെ കടബാധ്യതയായിരിക്കാം, രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, തെറിവിളി ഉണ്ടായിരിക്കാം, മദ്യപാനം ഉണ്ടായിരിക്കാം. ആ ഭവനങ്ങളിലെ തിന്മയുടെ ആസക്തികൾ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ച ഒരുക്കത്തോടെ അല്ല അവരുടെ ഭവനത്തിൽ കാലുകുത്തുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ പോയി ഇരിക്കുന്നെങ്കിൽ അവരിലുള്ള തിന്മയുടെ ആസക്തി നിന്നിലേക്ക് കടന്നു വരും. പിന്നീട് നീ നിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ തിന്മയുടെ ആസക്തി, ഈ നെഗറ്റീവ് എനർജി നിന്റെ കുടുംബത്തിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുക. നീ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുടുംബത്തിലും പ്രശ്നം സൃഷ്ടിക്കും. കാര്യം ഇത് എവിടെ നിന്ന് വന്നോ? നീ പോയ സ്ഥലങ്ങളിലും ഇരുന്ന സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ആ തിന്മയുടെ ആസക്തി കൊണ്ടുവന്നതാ. കാരണം സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴി വ്യാപരിക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്താൽ, ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ചെയ്താൽ അതെല്ലാം നിന്നോടൊപ്പം നിന്റെ ജീവിതത്തിലേക്കും നിന്റെ കുടുംബത്തിലേക്കും കടന്നു വരും. ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഒരു ചെളി പിടിച്ച സ്ഥലങ്ങളിൽ നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പോയി ഇരുന്നാല് തീർച്ചയായിട്ടും ആ ചെളികളെ അല്ലെങ്കിൽ ആ വേസ്റ്റ് എല്ലാം എന്റെ ഡ്രസ്സിലേക്ക് പടരും. അതും പറ്റിച്ചോണ്ടായിരിക്കും ഞാൻ പോകുന്നത്. അവിടെയുള്ളതെല്ലാം പറ്റിച്ചോണ്ട് ഞാൻ പോകും. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ കസേരയിലോ എൻ്റെ ബെഡിലോ പോയി ഇരിക്കുമ്പോൾ ഇവിടുന്ന് പറ്റിയ ചെളി എൻ്റെ ബെഡിലും ആകുന്നത് പോലെയാണ് ഞാൻ അന്യ സ്ഥലങ്ങളിൽ പോകുമ്പോൾ. വളരെ സൂക്ഷിക്കണം, വളരെ ഒരുക്കത്തോടായിരിക്കണം, വളരെ കെയർ ആയിരിക്കണം. അല്ല എങ്കിൽ നിന്റെ കുടുംബത്തിൽ സമാധാനം സന്തോഷം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളില് തീർച്ചയായിട്ടും നീ വേറെ എവിടെങ്കിലും പോയിട്ട് ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിലോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലോ ഒക്കെ പോയിട്ട് വരുമ്പോൾ നീ നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ചെളി, ആ തിന്മയുടെ ആസക്തിയാ. അതുകൊണ്ട് ആ വീടാന്തോറും കയറി ഇറങ്ങരുത്. ഓരോ ഭവനത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോണം. അപ്പൊ ഒരിക്കലും നിന്നിലേക്ക് ആ തിന്മയുടെ ആസക്തി കടന്നു വരത്തില്ല. പിന്നെയോ ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുക, 5-ാമത്തെ വചനം, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് കുരിശ് വരച്ച് ആശംസിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. ആ വീട്ടില് കുരിശ് വരച്ച് ആശംസിക്കുമ്പോൾ ആ വാതിലിൽ നിന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമാധാനം അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്യും. അവരിലുള്ള തിന്മയുടെ ആസക്തി വിട്ടുപോവുകയും ചെയ്യും. ആ ആശീർവാദവും ആ കുരിശും അവരുടെ തിന്മയുടെ ആസക്തി എടുക്കും. പിന്നെ നിന്നിലേക്കൊന്നും വരത്തില്ല. കാരണം നീ കയറുന്നതിന് കുരിശ് നിന്റെ മുമ്പിലാണ്, നീ കുരിശിന്റെ പിന്നിലാണ്. അതുകൊണ്ട് ഏത് തിന്മയുടെ ആസക്തിയും കുരിശിലേക്ക് ആവസിക്കും. അത് നിന്നെ ബാധിക്കത്തില്ല. കുരിശ് നിനക്ക് മറയായിരിക്കും, കുരിശ് നിനക്ക് രക്ഷയായിരിക്കും, കുരിശ് നിനക്ക് ശക്തിയായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ രക്ഷയുമാണെന്ന് 1 കൊരിന്ത്യസ് 1-ാം അധ്യായം 18-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 7-ാമത്തെ വചനം ഇവിടെ പറയുന്നു, അവർക്ക് സമാധാനം ആശംസിച്ച് നമ്മൾ അകത്ത് കയറണം. ആര് ചെന്നാലും അങ്ങനെ കയറണം. അതുപോലെ നമ്മുടെ വീടുകളിലേക്കും വരുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച, അവർ ചിലപ്പോൾ ഒരു പ്രാർത്ഥിച്ച ഒരുക്കമില്ലാത്തവരായിരിക്കാം, തിന്മയുടെ ആസക്തികൾ അവരിൽ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ വീടിന് നമ്മളെ കട്ടില കാലുമേലും മേൽപ്പടിയിലുമേലും യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യുകയും അതിന്റെ ആ മെയിൻ ഡോറിന്റെ വാതിലിൽ നമ്മൾ എപ്പോഴും കുരിശ് വരയ്ക്കുകയും ചെയ്താൽ ഇനി ഒരു ആസക്തിയുള്ളവൻ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാലും അവന്റെ ആസക്തി വീടിന്റെ വെളിയിലായിരിക്കും, അകത്തോട്ട് കടന്നു വരത്തില്ല. അകത്തോട്ട്
കടന്നു വരുന്ന അവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ട് അകത്തോട്ട് വരത്തുള്ളൂ. അവനുള്ള തിന്മയുടെ ആസക്തി അവനിൽ നിന്ന് വെളിയിൽ നിൽക്കും, നമ്മുടെ ഭവനത്തിലേക്ക് വരത്തില്ല. അതിനും നമ്മൾ തയ്യാറാകണം. അപ്പം പലരും രാവിലെ മുതൽ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരു കുരിശിന്റെ അടയാളം അല്ലെങ്കിൽ 3 പ്രാവശ്യം കുരിശിന്റെ അടയാളം വരച്ചു വെച്ചാൽ ഏതൊരു വ്യക്തി നമ്മളിലേക്ക് കടന്നു വന്നാലും, നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാലും നമുക്ക് ലേശം പോലും തിന്മയുടെ ആസക്തി എത്തത്തില്ല. അവർ ഏത് രീതി വന്നോട്ടെ, പക്ഷെ നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ മറ്റൊടത്ത് പോകുമ്പോഴും നമ്മൾ കുരിശ് വരച്ചിട്ട് കയറിയാൽ നമ്മളിലേക്ക് വരത്തില്ല. ഇനി നമ്മൾക്ക് ആസക്തി ഉണ്ടെങ്കിൽ അവരിലേക്കും കടന്നു ചെല്ലത്തില്ല. ഇത് കുരിശിലെ രക്തം, അവിടെ വിശുദ്ധീകരണം നടക്കും. അതുകൊണ്ട് അടുത്ത വചനം പറയുകയാണ്, 7-ാമത്തെ വചനം പറയുന്നു, അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണ്. നിങ്ങൾ വീടാന്തോറും ചുറ്റി നടക്കരുത്. ഞാനിപ്പോൾ ഒരു സമയത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരിക എന്ന് വിചാരിക്കുക. ഉദാഹരണം, ആ വീടിന്റെ അടുത്ത് നിങ്ങളെ പലരും ധ്യാനം കൂടിയവരുടെ വീടുകൾ കാണും. ബ്രദറെ, ഈ വീട്ടിൽ വന്നില്ലേ, ഞങ്ങളുടെ വീട് തൊട്ടടുത്ത്, ഒന്ന് വരാവോ എന്ന് ചോദിച്ചാൽ ഈ ജോർജ് ബ്രദറിനെ ഈ തിരുവചനത്തെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നത് കൊണ്ടും അടുത്തുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല, അവരിങ്ങോട്ട് വരാം. ഞാൻ ഈ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നെങ്കിൽ ആ വീട്ടിൽ തന്നെ വസിക്കുക, വീടാന്തോറും കയറി ഇറങ്ങണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. കാര്യം, നീ പ്രാർത്ഥിച്ചൊരുങ്ങി ചെന്ന ഭവനത്തെ ദൈവത്തിന്റെ ആ അനുഗ്രഹം ഉണ്ട്. ആ വാതിൽ യേശുവാണ്. അവിടെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ യേശു ആകുന്ന വാതിലിലെ വിശുദ്ധ കൃഷ്ണ അടയാളത്തെ മുദ്ര ചെയ്ത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ആ സമാധാനം ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ആ വാതിൽ തുറന്നു തരുന്നത് ഇടയനാണ്. ആ വാതിലൂടെ ഞാൻ പ്രവേശിക്കുമ്പോൾ കാവൽക്കാരൻ എനിക്ക് വാതിൽ തുറന്നു തരും. ദൈവം എന്റെ കാവലുണ്ട്, ദൈവം എനിക്ക് സംരക്ഷണം തരുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ ആ ബലത്താലാണ് ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, പിന്നെ നമ്മൾ കടന്നു ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും, പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയാൽ. അല്ലാതെ വീടാന്തോറും കയറി ഇറങ്ങിയാല് നമ്മുടെ കുടുംബം 8ന്റെ പണി മേടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ കുടുംബത്തുള്ളവരും എവിടെല്ലാം പോയി നിറങ്ങിയിട്ടായിരിക്കും വരുന്നത്. നമുക്കൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ പ്രാർത്ഥന അതിനെ വിശദീകരിക്കും. കുരിശിന്റെ അടയാളത്താൽ നമ്മൾ വിശ്വാസത്തോടെ വരച്ചാൽ കുരിശ് നിനക്ക് ശക്തിയാണ്, കുരിശ് നിനക്ക് രക്ഷയാണ്. അല്ലെങ്കിൽ കുരിശിന്റെ വചനം പോഷത്വമായിട്ട് വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായിട്ട് ഇനിയും നമുക്ക് ധൈര്യമായിട്ട് കടന്നു ചെല്ലാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും കടന്നു വരുന്നുണ്ട്. ഈ പോൾ ബ്രദർ എപ്പോഴും കടന്നു വരും. പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോട് ഇതുവരെ വെറുപ്പ് തോന്നിയിട്ടില്ല. എൻ്റെ അടുക്കൽ ആരെല്ലാം കടന്നു വന്നാലും വെറുപ്പ് തോന്നത്തില്ല. കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ ഒരു വചനം എടുത്ത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനും ആ വചനം ആദ്യമായിട്ട് കാണുക. അദ്ദേഹം പറഞ്ഞ ആ വചനം ഞാൻ കടമെടുത്ത് ഇപ്പം പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ, ഞാൻ എപ്പോഴും അത് ഓർത്തു പോവുകയാണ്. 6-ാം അധ്യായത്തില് അവിടെ പറയാണ് 36-ാമത്തെ വചനം. നമ്മളൊരു വീട്ടിൽ ചെല്ലുന്ന ആരുടെ വീട്ടിലെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നറിയോ? ഇതുപോലെ പ്രാർത്ഥനയും ദൈവ ചൈതന്യം ഉള്ളവന്റെ ഭവനത്തിൽ എപ്പോഴും കയറി ഇറങ്ങണോ എന്ന് തന്നെയാ പറയുന്നത്. നിന്റെ കാല് അവിടെ നിന്ന് കുത്തുന്നത് നല്ലതാ. ഇനി സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. സുവിശേഷം പറയുന്നവരെ, വചന പ്രഘോഷകര് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കാലുകുത്തുന്നതും നല്ലതാ. പക്ഷെ അവരെങ്ങനെ എപ്പോഴും വീടുകളിൽ കയറി ഇറങ്ങത്തില്ല. അവർക്ക് പ്രാർത്ഥിച്ചൊരുങ്ങിയാലും ഒരു വീട്ടിൽ പോകത്തുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷെ എൻ്റെ അയൽവക്കങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യും, ബ്രദർ എന്നാ ഞങ്ങളുടെ വീട്ടിലൊന്നും വരുത്തില്ലല്ലോ എന്ന്. അങ്ങനെ വീടാന്തോറും ഇറങ്ങരുത്. ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിറങ്ങി ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷം, അവർക്ക് സമാധാനം, അവിടുത്തെ തിന്മയുടെ ആസക്തി നിർവീര്യമായി മാറും. കാരണം സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഒരു ഭവനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വന്നാലും അത് അനുഗ്രഹമായിരിക്കുമെന്ന് പ്രഭാഷകൻ ഇതാ 6-ാം അധ്യായം 36-ാമത്തെ വചനം പറയുന്നു. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. എപ്പോഴും കടന്നു എല്ലാവരും. ഇപ്പൊ നമുക്കറിയാം, എന്റെ ഭവനത്തിലെ എല്ലാവർക്കും എപ്പോഴും വേണേലും കടന്നു വരാം. ഇന്ന സമയമൊന്നുമില്ല. എപ്പോഴും പ്രാർത്ഥിച്ചൊരുക്കിയിട്ടേക്കുന്ന ഭവനം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം. ആർക്കും വരാം. കാര്യം വെച്ചാല് ഈ പടി ചവിട്ടിയിട്ട് പോകുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടും. ഇനി ഞങ്ങളെ പോലുള്ള വചനപ്രഘോഷകർ അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോഴും അനുഗ്രഹം കിട്ടും. പക്ഷെ എപ്പോഴും ഒന്നും എല്ലാവരുടെയും ഭവനത്തെങ്കിൽ പോകത്തില്ല.
ഞാൻ ഓർക്കായിരുന്നു പൗലോസ് ബ്രദറിന്റെ വീട്ടില് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചിട്ട് വർഷം ഇപ്പം ആ വീടെടുത്തിട്ട് വർഷം കുറയായി, ഇതുവരെ എൻ്റെ ഒരു പ്രാർത്ഥന അവരുടെ ഭവനത്തിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോഴും സന്ദേശം കിട്ടി, ഈ അടുത്ത് തന്നെ അവരുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നു എന്നെന്ന്. ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തവരോ വിളിക്കാത്തവരോ ചെയ്തത്. അദ്ദേഹത്തിന് പിണക്കില്ല, കാര്യം അദ്ദേഹത്തിന് അറിയാം അങ്ങനെയൊന്നും വിളിച്ചാലൊന്നും വരില്ല. പ്രാർത്ഥിച്ചൊരുക്കി ദൈവത്തിന്റെ ആ സന്ദേശം കിട്ടാതെ വീട്ടിൽ വരുന്നില്ല. എൻ്റെ കൂടെ സഹപ്രവർത്തകനാ. ആ സഹപ്രവർത്തകന്റെ ഭവനത്തിൽ പോലും ഞാൻ കയറി ഇറങ്ങാത്തതിന്റെ കാരണം ഇതാണ്. എൻ്റെ അടുക്കിലേക്ക് എല്ലാവർക്കും വരാം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഈ വചനങ്ങളെ നമ്മുടെ മനസ്സിൽ ഒന്ന് കുറിച്ചു വെക്കുക. നാം മറ്റുള്ളവരുടെ വീടുകളിൽ എപ്പോഴും പോയിക്കൊണ്ടിരുന്നാൽ അവിടുത്തെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാനും, അതുപോലെ തന്നെ നമ്മളിൽ ഏതെങ്കിലും ദുഃഖങ്ങളോ വേദനകളോ ഉണ്ട് അവരിലേക്ക് പോകാതിരിക്കാനും നമ്മളെ കരുതലുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് വരാവുന്ന ഭവനങ്ങൾ ഇതുപോലെയുള്ള വചനപ്രഘോഷകരുടെ ഭവനങ്ങളിലും അവരെയും സന്ദർശിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവർ നിങ്ങളുടെ ഭവനത്തിൽ എനി ടൈം ഏത് ടൈം വന്നാലും നിങ്ങൾ സ്വീകരിക്കണം. അവരെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരെ അല്ല നിങ്ങൾ സ്വീകരിക്കുന്നത്, അവരെ അയച്ച ദൈവത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്നുള്ള ആ ബോധ്യത്തോടു കൂടി വേണം സ്വീകരണ മനോഭാവം. അവിടെ വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ അയ്യോ എൻ്റെ പ്രൈവസി പോയല്ലോ എനിക്ക് പറ്റത്തില്ല എന്നുള്ള മനസ്സ് വേണ്ട. ആ ഒരു മനോഭാവത്തോടെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നിന്റെ വീടിന് അനുഗ്രഹമാണ്. പക്ഷെ ആ വ്യക്തികൾ വന്നു പോയി കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ തെറി വിളിക്കാനോ അല്ലെങ്കിൽ തിന്മയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചേക്കണം. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു പോകുമ്പോൾ പിന്നീട് നീ തിന്മയെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീ അറിയാം, ജൂദാസ് യേശു ആശീർവദിച്ച അപ്പം ഭക്ഷിച്ചതിനെ തുടർന്ന് യൂദാസില് സാത്താൻ കയറിയതുപോലെ ആ ഭവനത്തിൽ അശുദ്ധ സംഭാഷണങ്ങളും അശുദ്ധമായ തിന്മയുടെ ആസക്തികളും ചെയ്യരുത്. ചെയ്താൽ ആ ഭവനത്തിന് നാശം വന്നു ഭവിക്കും. പിശാച് കയറി നിരങ്ങും. പിന്നെ അവിടെ കൂട്ടയടിയായിരിക്കും. പിന്നെ തകർച്ചകളും രോഗങ്ങളും വിട്ടുമാറത്തില്ല. അതുകൊണ്ട് നിരന്തരം പറയുന്ന ആ വചനപ്രഘോഷന്റെ വാക്ക് നിങ്ങൾ ധിക്കരിച്ചെങ്കിൽ ദൈവത്തെ തന്നെയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്. അതിന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അധികമൊന്നും ആളുകൾക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ അധികം ആരുടെ വീട്ടില് ജോർജ് വെറുതെ അറിഞ്ഞുകൊണ്ട് പോകാറില്ല. ഇനിയും പോകുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറയും, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സ്വീകരിക്കുന്ന മനോഭാവം എന്നെയല്ല, എന്നെ അയച്ച ഈശോയെ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയാണ് സ്വീകരിക്കുന്നെങ്കിൽ അവിടെ അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നഷ്ടങ്ങള് ഒന്നും സംഭവിക്കത്തുമില്ല. യേശുവിനെയാണ് കർത്താവിന്റെ വീടിന്റെ നാഥനാണ്. ആ യേശുവിനെ സ്വീകരിക്കുക. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ തിരുവചനങ്ങളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്റെ സ്വമേധ പറയുന്നതല്ല. 4 വചനങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ 4 പുസ്തകത്തിൽ നിന്ന് വചനം എടുത്തുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചതിനെ തുടർന്ന് ഞാൻ ഇത് നിങ്ങളോട് പറയുകയാണ്. നല്ല വചനപ്രഘോഷകരെ, സത്യസന്ധമായ വചനം പ്രഘോഷിക്കുന്നവരെ, മായം ചേർക്കാത്തവരെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ചു വരുത്താം, അതിന് കുഴപ്പമില്ല. എന്നാൽ കള്ളപ്രവാചകന്മാരും തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നവരെ വിളിച്ചു വരുത്തിയാൽ നിങ്ങളുടെ കുഴി തോണ്ടും. അതുകൊണ്ട് സൂക്ഷിക്കുക. വളരെ ആരെ അകത്ത് കയറണം, എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇല്ലെങ്കിൽ വീടിന്റെ വാതിക്കൽ ഞാൻ പറഞ്ഞതുപോലെ കുരിശ് വരച്ചിടുക. ആ വ്യക്തികൾ വന്നു പോകും. വൈകിട്ടും കുരിശ് വരയ്ക്കാം, വേണമെങ്കിൽ ആനവെള്ളം തളിക്കാം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ആനവെള്ളം തളിക്കും. അവിടെ ശുദ്ധീകരണം നടക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് അൺമുട്ടാക്കി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടമലം തിരിയാതെ അതനുസരിച്ച് ജീവിച്ചാൽ അനുഗ്രഹം നദി പോലെ ഒഴുകും. ഇതിന് ഏതെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കും. കാര്യം സുവിശേഷം പ്രഘോഷിച്ചിട്ട് വന്ന് അത് കഴിഞ്ഞ് തിന്മയുടെ ആസക്തി അവിടെ പ്രവർത്തിച്ചാൽ നാശങ്ങൾ തന്നെ ഒന്നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എനി ടൈം തയ്യാറാ. പക്ഷെ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരിക്കും വരുന്നത്. അതിനെ അവഗണിക്കരുത്. അതിനെ കർത്താവിനെ നിഷേധിക്കരുത്, നിരസിക്കരുത്. തീർച്ചയായിട്ടും നാശങ്ങൾ വന്നുകൂടും. ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. പല വ്യക്തികളും ധ്യാനം കൂടി കഴിഞ്ഞിട്ട് അരുതേ എന്ന് പറഞ്ഞാലും അവരത് ചെയ്യുമ്പോൾ അവർ നാശത്തിന്റെ പടിവക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രോഗങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും. എന്തുകൊണ്ടാ ദൈവം പറയുന്നത് അനുസരിക്കുന്നില്ല? ഇത് ഞാനല്ല സംസാരിക്കുന്നത്. വർഷം കുറയായി നിങ്ങൾ എന്നിൽ കൂടി വചനം കേൾക്കുന്നു. ഓരോ ദിവസവും പുതിയ സന്ദേശമായിട്ടല്ല നിങ്ങളുടെ അടുക്കൽ വരുന്നത്.
എത്ര വർഷം പറഞ്ഞാലും തീരാത്ത സന്ദേശവുമായിട്ടല്ലേ വരുന്നത്. പറഞ്ഞത് തന്നെ അല്ലല്ലോ പറയുന്നത്. ഓരോ പ്രാവശ്യം ഓരോ സബ്ജക്റ്റ് അല്ലേ എടുത്തുകൊണ്ട് വരുന്നത്. എങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കി ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.